ഭൂമിയിലെത്തി. ഇനിയാണ് പൊടിപൂരം. ഭൂമിയിലുള്ള ഒരു ഇലയാണ് എനിക്ക് ആവശ്യം. നീ അറിഞ്ഞോ ഭൂമിയിൽ ഏലിയനൊക്കെ വന്നെന്ന്? അതിപ്പോ പല സ്ഥലത്തും വെച്ച് ഏലിയനെ കാണുന്നുണ്ട്. ചിലവർ വീട്ടിൽ വെച്ച്, ചിലവർ വേറെ സ്ഥലത്ത് വെച്ച്, ചിലവർ ടൂറ് പോകുമ്പോൾ, അങ്ങനെ കുറേ സ്ഥലത്ത് ഏലിയൻ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എടാ മക്കളെ, നിങ്ങൾക്ക് നീലക്കൊന്നെന്ന് പറയുന്ന ഇല അറിയാവോ? ഇല്ല. നമ്മളെ കണ്ട് വിലയില്ല. പിന്നെ നമ്മളെ പിള്ളേരെ മക്കളെ എന്നൊക്കെ വിളിക്കുന്നത് ആണെന്ന്. അതൊക്കെ സുഖമില്ലാത്ത ആളുകൾ കാണും. പിന്നെ ഈ നീലക്കൊന്നൊക്കെ കൊന്നവഴൊന്നും ഞാൻ കേട്ടിട്ടുണ്ട്. നീലക്കൊന്നു എനിക്ക് ഇത്ര ഒറ്റ രൂപമില്ലേ? ഞാൻ അവരെ മക്കളെ എന്നൊക്കെ വിളിച്ചാൽ അവർക്ക് വല്ലതും തോന്നി കാണൂ. ഹായ് അണ്ണ, നിങ്ങൾ ഈ നീലക്കൊന്നെന്ന് പറയുന്ന ചെടി കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ അവിടെ പോയി ചോദിക്കേട്ടാ, അവിടെ ആരെങ്കിലും അറിയായിരിക്കും. എടാ, ഇനി നീ പറഞ്ഞത് അതൊരു ഏരിയ വല്ലതാണോ? എനിക്കത് തോന്നാതില്ലടാ. നിന്റെ ഈ ഫോണുണ്ടോ? എടാ, നമുക്ക് നീലക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നീ ഫോണുണ്ടോ? ശരിയാ, നമുക്ക് മറന്നുപോയി. നമുക്ക് വാർത്ത നോക്കാം. നീ തിരിച്ചു വരും. ഇപ്പോൾ ഭൂമിയുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഇപ്പോൾ ഈ ഏലിയൻസ് ഭൂമിയിൽ വന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഇന്ത്യൻ സ്ക്വാഡ് മുഴുവൻ ആ ഏലിയനെ എങ്ങനെയെങ്കിലും പിടിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. അവിടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഭൂമിയിൽ ഏലിയൻ വന്നെന്ന്. അപ്പൊ നീ വിശ്വസിച്ച? എടാ, നീ നീലക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കടാ. അത് തന്നെ. ഈ നീലക്കൊന്നെന്ന് പറഞ്ഞിട്ട് പച്ചക്കറിയിലൊരിലയാണല്ലോ. നമുക്ക് ഡയറക്ഷൻ നോക്കാം. ഇങ്ങോട്ട് വന്നേ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാ, നീലക്കൊന്ന എന്ന് പറഞ്ഞ ചെടി അപൂർവമാണ്. അത് ഏലിയൻസിന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഇത് സാധാ ഇലകളെ കാണുന്നത്. എടാ, ഇനി നമ്മുടെ തന്നത് ഏലിയനാണോ? എടാ, ആയിരിക്കൂടാ. എടാ, ഇനി നമ്മുടെ വീട്ടിലോട്ട് ആക്രമിക്കുകയെല്ലാം ചെയ്യുക. എനിക്ക് പേടിയാണ്. എന്തായാലും ഒരു വഴി കിട്ടി. ഗൂഗിൾ പ്ലേ അടിച്ചു കൊടുക്കാം. ഗൂഗിള് എന്റെ വായിൽ അതേ വരത്തുള്ളൂ. ഞാൻ കണ്ടുപിടിച്ചു ആ ഇല എവിടെയാണ്. ഇതാണ് ഞാൻ അന്വേഷിച്ച ഇല. ഇനി സന്തോഷമായി എന്റെ പ്ലാനത്തിലേക്ക് പോവാം. ചേട്ടന്മാരെ, എനിക്ക് ആ ഇല കിട്ടിയ? ചേട്ടാ, ഞാൻ പോവാ. അവിടെ നേരത്തെ നമ്മളെ മക്കളെ വിളിച്ചിട്ട് ഇപ്പൊ ചേട്ടാന്ന് വിളിക്കുന്നു. ഇനി അത് ഏലിയനാണോ? നമുക്ക് നോക്കാം. ഇവരിവിടെ ഉണ്ടോ? എടാ, അവനുണ്ടടാ ഇവിടെ നമ്മളെ നോക്കുന്നു. നമുക്ക് ഇതിലും വരെ പോവാം. അങ്ങനെ എനിക്ക് മനസ്സിലായി. ഇവരാരും എന്നെ മനസ്സിലാക്കില്ല. ഞാനൊരു ഏലിയനാന്നുള്ള സത്യം. അവിടെ എന്താണ് ഒരു ഒച്ച? ഫോണിന്റെ ചാർജ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ ബ്രേക്കിംഗ് ന്യൂസ്. അതൊന്നെടുത്ത് നീ ആദ്യം ലോക്ക് വരും. ഇപ്പോൾ അറിയാൻ പറ്റുന്നത്, അങ്ങനെ സന്തോഷമുള്ള വാർത്ത എത്തുന്നതിന് മുന്നേ തന്നെ ഒരു വിഷമമുള്ള വാർത്ത എത്തിയിരിക്കുന്നു. ആദ്യത്തെ ഏലിയൻ വിട്ടുപോയപ്പോൾ തന്നെ അടുത്തൊരു ഏലിയൻ വന്നിരിക്കുന്നു. ആ ഏലിയൻ ഇനി നമ്മുടെ വീട്ടിലോട്ട് പിന്നെയും വരുമോ? എനിക്കൊരു വയ്യേ.